എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ ട്യൂണ ഫിഷ് പിക്കിളാണ്. ഒരു കേരമീൻ അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞങ്ങളുടെ മറൈൻ ഫ്ലേവേഴ്സ് വഴി ഞങ്ങൾ കൊടുക്കുന്ന കേരമീൻ അച്ചാറിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഈ ഒരു പിക്കിൾ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് 2 കേരയാണ്. ടോട്ടൽ 14 കിലോയാണ് 2 ഫിഷും കൂടെ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമ്മൾ വള്ളത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള 2 ഫിഷ്. ഒരെണ്ണം 7 സംതിങ്ങും ഒരെണ്ണം 6 സംതിങ്ങും ആണ്. 14 kg ആണ് ടോട്ടൽ ഫിഷിൻ്റെ വെയിറ്റ്. നല്ല ഫ്രഷ് മീനാണ്. കണ്ടോ, ഗിൽസൊക്കെ നല്ല റെഡ് കളറാണ്. നല്ല ഫ്രഷാണ് ഫിഷ്. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് കട്ട് ചെയ്യാം. ഹെഡ് നമ്മൾ എടുക്കില്ല, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മുള്ളും നമ്മൾ എടുക്കില്ല. അത് രണ്ടും മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം, അതായത് മാംസം മാത്രം എടുത്തിട്ടാണ് നമ്മൾ അച്ചാറിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നത്തെയും പോലെ ഇന്നും അമ്മ തന്നെയാണ് മീൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അമ്മ റെഡിയാണോ? അപ്പോൾ ഇനി നമുക്ക് ഫിഷ് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിൻ്റെ പുറത്ത്, ഇതിന് ചെതമ്പലില്ലാത്ത അല്ലെങ്കിൽ സ്കെയിൽസ് ഇല്ലാത്ത ഒരു ഫിഷാണ് ടൂണ ഫിഷ്. പക്ഷേ അതിൻ്റെ പുറത്ത് ചെറിയ രീതിയിൽ, കുഞ്ഞു രീതിയിൽ മാത്രം ചെതുമ്പലുണ്ട്. അപ്പോൾ അത് നമ്മളതൊന്ന് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് പിച്ചാത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ച് അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഇനാമലും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് കളയണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ രീതിയിലുള്ള ചെതമ്പലും ആ ഒരു സ്കിന്നും ഒക്കെ ചെതമ്പി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പുറമൊന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഫിഷിൻ്റെ തല കട്ട് ചെയ്യാം. ഇനി ഈ തല ഇങ്ങ് നമുക്ക് മാറ്റാം. മുള്ളിനോട് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്ത് വേണം എടുക്കാൻ. അത്യാവശ്യം നല്ല മൂർച്ചയുള്ള നൈഫ് യൂസ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. മാംസം കട്ടി
അങ്ങനെ നമ്മൾ പിക്കിളിന് വേണ്ട രീതിയിലുള്ള പീസ് ആക്കിയിട്ടുണ്ട്. ഇത് നല്ല ബ്ലഡ് ഉള്ള ഒരു ഫിഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര വെള്ളത്തിൽ കഴുകിയാലും നല്ല ചോര കാണും. ഒരു 5-6 വെള്ളത്തിൽ കഴുകി നന്നായിട്ട് ചോര കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 ഫിഷും കട്ട് ചെയ്ത് ഇപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരെണ്ണം ഞാനാണ് കട്ട് ചെയ്തത്, ഒരെണ്ണം അമ്മയാണ് കട്ട് ചെയ്തത്. എങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഏകദേശം 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ഫുള്ള് കട്ട് ചെയ്ത് പീസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഫ്രൈ ആക്കാനായിട്ട്. അതിനായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഉപ്പ് നീരാണ് ചേർക്കുന്നത്. അത് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 14 കിലോ 400 ഗ്രാം ഉണ്ടായിരുന്ന നമ്മുടെ ഈ ചൂര നമ്മൾ കട്ട് ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു രൂപത്തിലായപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7.700 ഗ്രാമാണ്. ഇനി നമ്മളിത് ഒരു അരിവാലയിൽ ആണ് വെക്കുന്നത്. കാരണം ഈ അരപ്പ് തേച്ച് വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഊറി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള അത്രയും എണ്ണ ഒഴിക്കുക. ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ആഡ് ചെയ്യാം. നമ്മളൊരു അലൂമിനിയം പാത്രവും ഒരു ഫ്രൈയിങ് പാനുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഒരു പാത്രം ഇറക്കി കഴിയുമ്പോൾ നമുക്ക് അടുത്ത പാൻ വെച്ചിട്ട് ടൈം കളയാതെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീൻ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. ഏകദേശം ഒരു 400 ഗ്രാം പച്ചമുളകാണ് നമ്മളിതിൽ ചേർക്കുന്നത്.
ഒരു 800 ഗ്രാം മുളക് പൊടിയും 100 ഗ്രാം മഞ്ഞൾപ്പൊടിയുമാണ് മസാലയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും. കാരണം അരപ്പ് ചേർക്കുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഈ ഒരു ഉരുളി നന്നായിട്ട് ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ഈ പച്ചമുളക് ഇനി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇനി നമുക്ക് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മൂക്കുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ചെവിട്ടിൽ പിടിക്കാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കടുക് കറിവേപ്പില എല്ലാ സാധനവും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ ഒരു നല്ല ഒരു ഫ്ലേവറിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് അരപ്പ് ചേർക്കുക എന്നതാണ്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ ഈ അരപ്പ് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് പറ്റണം. ഇപ്പോൾ നമുക്ക് മീൻ ചേർക്കാൻ സമയമായിട്ടുണ്ട്. മീൻ ചേർക്കാൻ പോവുകയാണ്. ഇത് കട്ട് ചെയ്ത സമയത്ത് കട്ട് ചെയ്ത് പീസ് മാത്രം 7 കിലോയാണ് നമുക്ക് കിട്ടിയത്. 14 കിലോ ഉണ്ടായിരുന്ന ഫിഷ് 7 കിലോ മാത്രമാണ് കിട്ടിയത്. അത് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് നോക്കിയപ്പോൾ 3.5 കിലോയാണ് ഫിഷ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് പിക്കിളാക്കി കഴിയുമ്പോൾ നോക്കാം ടോട്ടൽ എത്ര kg കിട്ടുമെന്നുള്ളത്.
അങ്ങനെ നമ്മുടെ ചൂരമീൻ അല്ലെങ്കിൽ കേരമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതേ സെയിം റെസിപ്പി തന്നെയാണ് നമ്മളിത് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇത്രയൊന്നുമല്ല ചെയ്യുന്നത്, ഇതിനേക്കാളും ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ എവിടേക്കും ഇന്ത്യയിൽ ഏത് സ്ഥലത്തേക്കും കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ പിന്നെ ഞങ്ങളുടെ പേജിൻ്റെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക കമൻ്റായിട്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. തൽക്കാലം നിർത്തുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.